ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു ഹെൽത്തി എനർജി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. നോമ്പ് മുറിക്കുന്ന സമയത്തായാലും അതുപോലെ തന്നെ പുറത്തുനിന്നൊക്കെ വരുന്ന സമയത്ത് എനർജി ഡ്രിങ്കൊക്കെ കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നല്ലൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി എനർജി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് ബദാം അല്ലെങ്കിൽ 100 ഗ്രാം ബദാം എടുക്കുക. എന്നിട്ട് ഇതുപോലെ വെള്ളത്തിൽ കുതിരാൻ വെക്കാം. നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ രാവിലെ തന്നെ നമുക്ക് ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കാം. അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കുന്നതാണെങ്കിൽ ഇത് ബദാം കുറച്ച് സമയം തിളച്ച വെള്ളത്തിലിടുക, അല്ലെങ്കിൽ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നമുക്ക് ബദാമിൻ്റെ തോൽ എളുപ്പത്തിൽ കളയാൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ 10 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈത്തപ്പഴത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിലേക്ക് പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല, ഈത്തപ്പഴം മാത്രം ചേർത്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഡയബറ്റിക് ആയവർക്കും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഒരു ഗ്ലാസ് കുടിക്കാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് സിറപ്പ് ഉപയോഗിക്കുന്നെങ്കിൽ ഡേറ്റ് സിറപ്പ് ഉപയോഗിക്കാം. ഇതാ ബദാമൊക്കെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ പൊളിച്ചു മാറ്റാം. ഇതിൻ്റെ തോലൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. എളുപ്പത്തിൽ കളയാൻ പറ്റും. നന്നായി സോക്കായി വന്നതുകൊണ്ട് തന്നെ ഇതാ എളുപ്പത്തിൽ നമ്മളെ കൈ വെച്ച് തന്നെ നമുക്ക് എളുപ്പത്തിൽ തൊലി ഇതുപോലെ കളഞ്ഞെടുക്കാൻ പറ്റും. ഇതാ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈത്തപ്പഴത്തിൻ്റെ കുരുവും കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കിനി പേസ്റ്റാക്കി എടുക്കുകയാണ് വേണ്ടത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈത്തപ്പഴം അതുപോലെ തന്നെ ബദാമും ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഈത്തപ്പഴത്തിൻ്റെ വെള്ളം കളഞ്ഞിട്ടില്ല, സോക്ക് ചെയ്ത വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കുന്നതൊക്കെ അങ്ങനെ അടിച്ചെടുക്കാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ കുറച്ച് പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതാ ബദാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു ഏലക്കായ കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് 1-2 ഏലക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതാ നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നുണ്ട്. ഇതാ നല്ല തിക്നെസ്സിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ നല്ല ഒട്ടും തരിതരിപ്പോ ഒന്നുമില്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. ഇതാ 1 ലിറ്റർ പാലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. 2 പാക്കറ്റ് കവറ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാലൊഴിച്ചതിന് ശേഷം ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതാ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അടിച്ചു വെച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കസ്റ്റേർഡ് പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതും അല്ലെങ്കിൽ റാഗി പൗഡറോ അല്ലെങ്കിൽ ഈ വീറ്റ് പൗഡറോ അങ്ങനെ ഇഷ്ടമുള്ളത് എന്താണെന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ നേരിയ തിക്നെസ്സിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ചുകൂടി കട്ടി വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ പിന്നെ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ റാഗി പൗഡറോ അല്ലെങ്കിൽ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താലും മതി. കട്ടി ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് ബദാമിൻ്റെ ഈത്തപ്പഴത്തിൻ്റെ കട്ടിയിൽ തന്നെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. ബദാമും ഈത്തപ്പഴം തന്നെ ഒന്ന് തിളച്ച് വരുന്നതിന് ഒരു ചെറിയ കൊഴുപ്പ് എന്തായാലും ഉണ്ടാവും. അത് തന്നെ ധാരാളമാണ്. വലിച്ച് കുടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റിയാണ് കുടിക്കാൻ വേണ്ടിക്ക്. ഇതായ ജാറിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കൈവിടാണ്ട് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കുക. കാരണം ഈത്തപ്പഴവും ബദാമൊക്കെ വേഗം അടുക്കി പിടിക്കും. അതുകൊണ്ട് തന്നെ ഇതുപോലെ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ടോ നന്നായി ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. കൈവിടാതെ ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഫ്ലേവർ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാൻ പറ്റും. ബദാം എസൻസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയുള്ളതൊക്കെ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ സാഫ്രോൺ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏലക്ക ചേർത്ത് കൊടുക്കാം. ഫ്ലേവറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതാ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഇതാ നന്നായിട്ട് നല്ല കൊഴുത്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല തിക്നെസ്സിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ഇതാ ഒരു പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം.
ഇതാ നമ്മളെ സർബത്തൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നല്ല തിക്നെസ്സിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനും തിക്നെസ് വേണ്ടുന്നവരാണ് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതതിന് കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ അത്തിപ്പഴം, മുന്തിരി, ബദാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത് തണുത്ത് വന്ന ഡ്രിങ്കിലേക്ക് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. കുടിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റ് അല്ലേ, അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം, അനാറ് ചേർത്ത് കൊടുക്കാം, അതുപോലെ ആപ്പിൾ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് നട്ട്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത ചേർത്ത് കൊടുക്കാം. ഇതാ നമുക്കിതിന് സെർവ് ചെയ്തെടുക്കാം. ഈ അളവിൽ 4 ഗ്ലാസ്സാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. കാരണം ഒട്ടും വെള്ളമോ ഒന്നും ചേർത്തിട്ടില്ല. ഇതിൽ വെറും ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റും അതുപോലെ തന്നെ ബദാമിൻ്റെ പേസ്റ്റും 1 ലിറ്റർ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 4 ആൾക്ക് സെർവ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ടിട്ട് നമുക്ക് അലങ്കരിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ഹെൽത്തി എനർജി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.